ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. വ്യാപാര മേഖലകളിൽ രൂപപ്പെട്ടു വരുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്കെതിരായി കേരള സംസ്ഥാന വ്യാപാര വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ജനുവരി 17 വെള്ളിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകുമെന്ന് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കേരള സംസ്ഥാന വ്യാപാര വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി 13 കാസർഗോഡ് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ജനുവരി 17 വൈകിട്ട് 6 മണിക്ക് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി NG സന്തോഷ് ബാബു വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 13 കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്ത ജാഥയിൽ ക്യാപ്റ്റനായി സംസ്ഥാന സെക്രട്ടറി ES ബിജുവും, വൈസ് ക്യാപ്റ്റനായി സംസ്ഥാന ട്രഷറർ V ഗോപിനാഥും, മാനേജരായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദിനേഷും നയിക്കുന്ന ജാഥ 17 പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് പഴയന്നൂരിലെ സ്വീകരണത്തിന് ശേഷം നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ വടക്കാഞ്ചേരിയിൽ സ്വീകരിക്കുക. സ്വീകരണ പരിപാടിക്ക് മുന്നേ കരാക്കെ ഗാനമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക, അനിയന്ത്രിതമായ വഴിയോര വ്യാപാരം ഒഴിവാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടത്തുന്നതെന്നും ജാഥയുടെ സമാപന സമ്മേളനം ജനുവരി 25 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മുൻ തൊഴിൽ മന്ത്രിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് EK കുമാരൻ, വത്സലകുമാർ, NK ടിൻഡോ എന്നിവർ പങ്കെടുത്തു. ഈ ജാഥയിലൂടെ വ്യാപാരി വ്യവസായി സമിതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളുണ്ട്. ജാഥ നടത്താൻ സമിതിയെ ഈ കാലഘട്ടത്തിനകത്ത് സമിതിയെ നിർബന്ധിതരാവുകയാണ് സമിതി, വ്യാപാരി വ്യവസായി സമിതി. വ്യാപാരി വ്യവസായി സമിതി നിങ്ങൾക്കറിയാം, ഇവിടെ കേരളത്തിനകത്ത് ചെറുകിട വ്യാപാര മേഖലയിൽ ഇടപെടാൻ നല്ല സംഘടനാ കരുത്തോടു കൂടിയാണ് ഈ സമിതി കേരളത്തിനകത്ത് പ്രവർത്തിച്ചു വരുന്നത്. നല്ല സംഘടനാ നേതൃത്വവും നല്ല സംഘടനാ പാഠവും അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കത്തോടു കൂടിയാണ് ഈ പരിപാടി കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ ജാഥ നടക്കുന്നത്, ഈ ജാഥയിൽ പ്രധാനമായും GSTയിലെ അപാകതകൾ പരിഹരിക്കണം. അത് നടപ്പിലാക്കിയതിലുള്ള അപാകതകൾ ഇന്നും ഈ നാഴിക വരെയും ചെറുകിട കച്ചവടക്കാർക്ക്, വൻകിട കച്ചവടക്കാരെ മാത്രമല്ല ചെറുകിട കച്ചവടക്കാരാണ് നേരിട്ട് ഈ കാര്യം ബാധിക്കുന്നത്. ആ GSTയിലെ അപാകതകൾ പരിഹരിക്കണം എന്നാണ് സമിതി ആവശ്യപ്പെടുന്നത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.